Hello, Magic Morning to all. Okay. അപ്പോൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് വീഡിയോ ചെയ്ത് മുന്നോട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ നമുക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ JCI സോൺ ട്രെയിനർ ആയിട്ടുള്ള നമ്മുടെ JC AR സാറാണ്. ഓക്കെ. അപ്പോൾ സാറുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് പ്രൂവൺ ടെക്നിക്സ് ഫോർ ഫ്ലുവൻസി എന്നാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു നല്ലൊരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ AR സർ ഇൻവൈറ്റ് ചെയ്യാണ്. AR സർ, പ്ലീസ് വെൽക്കം സർ. Hi. Good morning. Good morning, everyone. ഓക്കെ. Morning, sir. So, നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിമനോഹരമായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് മൈൻഡ് ഒക്കെ കൂളായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. പല മുഖങ്ങളും എനിക്ക് പരിചിതമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഞാൻ മുമ്പൊരു സെഷൻ നമ്മുടെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. എനിവേ, എനിക്ക് ഒരു നമ്മളെല്ലാ പാർട്ടിസിപ്പൻസിനും കൂടെ ആയിട്ടാണ് പറയുന്നത്. എല്ലാവരും കൂടെ ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് നിങ്ങൾ എല്ലാവരും ഒരു വെൽക്കം പറയണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആയിട്ട് വെൽക്കം പറയാം, വോയിസ് ആയിട്ട് വെൽക്കം പറയാം, എന്തെങ്കിലും ഇമോജി ഇട്ടിട്ടോ എങ്ങനെയും നിങ്ങൾക്ക് വെൽക്കം പറയാം. പക്ഷെ അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എനിക്കൊരു വെൽക്കം എല്ലാവരും ഒന്ന് പറയാമോ? I want to ensure that every one of you are here. Okay, that's good. Welcome, sir. Welcome, sir. Thank you. Magic community. Thank you. Thank you. That's really great. Welcome, sir. Okay, that's Welcome good. to Magic Community, sir. Welcome, Positive. sir. Okay, thank you. Thank you, everyone. Thank you. Okay. ഞാൻ നേരത്തെ മാം പറഞ്ഞ വെൽക്കം മതിയാവാത്തതുകൊണ്ട് വീണ്ടും വെൽക്കം പറയിപ്പിച്ചല്ല. I want to reassure that every one of us are here. എല്ലാവരും ഇവിടെ ആക്റ്റീവായിട്ട് കൂടെ കട്ടൊക്കെ ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വെൽക്കം പറയാൻ പറഞ്ഞത്. ഓക്കെ, ദാറ്റ്സ് വെരി ഗ്രേറ്റ്. താങ്ക് യു എവ്രി വൺ. എല്ലാവരും തന്നെ അതിന് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതിൽ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഐ ആം ടോക്കിംഗ് വിത്ത് യു ആസ് എ ലാംഗ്വേജ് ട്രെയിനർ. ഞാനൊരു ലാംഗ്വേജ് ട്രെയിനർ ആണ്. ഒരു ലാംഗ്വേജ് ട്രെയിനർ ആയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും. സോ ലാംഗ്വേജ് സംസാരിക്കാൻ അല്ലെങ്കിൽ ലാംഗ്വേജ് സംസാരിച്ച് പഠിക്കാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വൈ ഐ ലേൺ ലാംഗ്വേജ്, വൈ ഐ ലേൺ ടു സ്പീക്ക് ലാംഗ്വേജ്, എന്തുകൊണ്ടാണ് ഞാൻ ഈ ലാംഗ്വേജ് സംസാരിക്കാൻ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാഡ് എ ഡ്രീം ഇൻ മൈ ഗ്രാജുവേഷൻ ടൈം. എൻ്റെ ഗ്രാജുവേഷൻ സമയത്ത് എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു. ഐ വാണ്ടഡ് ടു ബി എൻ ഇന്റർനാഷണൽ ട്രെയിനർ. എനിക്കൊരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു ട്രെയിനർ ആവണം എന്നുള്ള എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇന്റർനാഷണൽ എന്നുള്ള ഒരു വേർഡ് നമ്മുടെ ഒരു പ്രൊഫഷനോട് കൂടെ വെക്കണം എന്നുണ്ടെങ്കിൽ, ഏത് പ്രൊഫഷൻ ആവട്ടെ, ഇന്റർനാഷണൽ എന്നുള്ള വേർഡ് അതിനോട് കൂടെ വെക്കണം എന്നുണ്ടെങ്കിൽ ഐ വാണ്ടഡ് ടു ലേൺ ലാംഗ്വേജ്. I want to speak in language. That means I want to speak in English language. I want to be confident to communicate in language. I want to take sessions in English language also. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കോൺഫിഡൻസോട് കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്റർനാഷണൽ എന്നുള്ള ഒരു വേർഡ് അതിനോട് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയറിൽ ഞാൻ ഏതൊരു രീതിയിലോട്ട് പോകണം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രീം എന്താണെന്ന് ഞാൻ സെറ്റ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗ്രാജുവേഷൻ സമയത്താണ്. അപ്പൊ ഗ്രാജുവേഷൻ സമയത്ത് ഞാൻ സെറ്റ് ചെയ്യുന്നത് ഐ വാണ്ട് ടു ബി എ ട്രെയിനർ എന്നോ, അല്ലെങ്കിൽ ഐ വാണ്ട് ടു ബി ഇൻസ്പിറേഷണൽ സ്പീക്കർ എന്നോ, ഐ വാണ്ട് ടു ബി എ പബ്ലിക് സ്പീക്കർ എന്നോ, അതിനപ്പുറത്തേക്ക് ഒരു ഇന്റർനാഷണൽ ലെവലിലൊരു സ്പീക്കർ ആവണം എന്നാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത സമയത്ത് നിർബന്ധമായിട്ടും ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കുക എന്തിനാണ് നിങ്ങൾ ലാംഗ്വേജ് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാണ്ട് ടു സേ ഐ വാണ്ടഡ് ടു ബി എൻ ഇന്റർനാഷണൽ ട്രെയിനർ. ടു ബി ഇന്റർനാഷണൽ, ഇംഗ്ലീഷ് ഇസ് മസ്റ്റ്. അതാണ് ഞാൻ എന്തുകൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചു എന്ന് വെച്ചാൽ അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ കാരണങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഓൾറെഡി സംസാരിക്കാൻ അറിയുന്ന ആളുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നന്നായിട്ട് മനോഹരമായിട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് മനോഹരമായിട്ട് അല്ലെങ്കിൽ കോൺഫിഡൻസോട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹത്തിന് കാരണം എന്താണ്? വൈ? എല്ലാവരും ഒന്ന് റിപ്ലൈ ഇടാമോ? ചാറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ വോയിസ് ആയിട്ട് പറയാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ.
ഓക്കെ. അതൊരു ത്രില്ലായിട്ട് അല്ലേ? ഓക്കെ, ഗുഡ് ഗുഡ്, ദാറ്റ്സ് ഗ്രേറ്റ്. പിന്നെ എങ്ങനെയാ ബാക്കിയുള്ളവരൊക്കെ? ഇൻബോക്സ് ആവും, കുഴപ്പമില്ല. ഇനി വോയിസ് ആയാലും കുഴപ്പമില്ല. കരിയറിലൊരു ഗ്രോത്ത് ഉണ്ടാവണല്ലേ? ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, ജോബിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, ഏതൊരു പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ ചില പ്രൊഫഷൻസിൽ നമുക്ക് അതിന് എൻട്രി ഒരു പക്ഷേ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ അതിൽ ചില പ്രൊഫഷനിൽ എൻട്രി കിട്ടാൻ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണ്ടി വരും. ചില പ്രൊഫഷൻസിൽ ചിലപ്പോൾ IT പ്രൊഫഷനൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻട്രി കിട്ടാൻ ലാംഗ്വേജിന്റെ ആവശ്യം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ വീണ്ടും അതിന്റെ പ്രൊമോഷൻ ലെവൽ അല്ലെങ്കിൽ ലീഡർഷിപ്പ് റോളിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ലാംഗ്വേജ് ഇസ് മസ്റ്റ് ടു ഇൻക്രീസ് മൈ കോൺഫിഡൻസ്. ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വൺ ഓഫ് ദി ബെസ്റ്റ് വേ എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ അതിനോട് കൂടെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സാധനമാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ജോബ് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെയാ? അറിയാത്തവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഒന്നുകൂടെ പറയാമോ? എന്റെ മദർ ടങ് അറിയാത്ത വ്യക്തിനോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ലാംഗ്വേജ്. That's great. Okay, good. Okay, പിന്നെയാ? ഓക്കെ, കഴിഞ്ഞാ? ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, ഞാൻ രണ്ട് വഴികൾ പറയാം. രണ്ട് വഴികൾ എനിക്ക് എൻ്റെ ഒരു ഇത്തരം കാലത്തുള്ള ഒരു ഇതിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവ് ആയി തോന്നിയിട്ടുള്ള രണ്ട് കാരണങ്ങൾ, അതായത് എൻ്റെ സ്റ്റുഡൻസ് പറഞ്ഞ രണ്ട് കാരണങ്ങളാണ്. ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാണ്ട് ടു സ്പീക്ക് വിത്ത് മൈ ഗ്രാൻഡ് ചിൽഡ്രൻ. എൻ്റെ പേരക്കുട്ടികളുമായിട്ട് എനിക്ക് സംസാരിക്കണം. ഐ വാണ്ട് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് വിത്ത് മൈ ഗ്രാൻഡ് ചിൽഡ്രൻ. എൻ്റെ പേരക്കുട്ടികളുമായിട്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറയുന്നത് ലത എന്ന് പറയുന്ന പെരുമ്പാവൂർക്കാരിയായിട്ടുള്ള എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്. പുള്ളിക്കാരി ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള, പൊളിറ്റിക്സിലൊക്കെ ഭയങ്കര ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള, സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള, അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇപ്പോഴും കറങ്ങാനൊക്കെ താല്പര്യമുള്ള ഒരു 64 വയസ്സുള്ള ലത എന്ന് പറയുന്ന ഒരു പെരുമ്പാവൂർക്കാരിയായിട്ടുള്ള എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്. മറ്റൊരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എറണാകുളത്ത് തന്നെയുള്ള ഒരു ബഷീർ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. പുള്ളിക്കാരൻ ഒരു നന്നായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്തിനാണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പഠിക്കുന്നതെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ വാണ്ടഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എയർപോർട്ട് സ്റ്റാഫ്. എനിക്ക് എയർപോർട്ട് സ്റ്റാഫായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സാഹചര്യം വരാറുണ്ട്. അതായത് ഒരു ദിവസം അദ്ദേഹവും വൈഫും തന്നെ ഡൽഹിയിൽ യാത്ര പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തിന്റെ വൈഫിനെ കാണാനില്ല. അപ്പോൾ വൈഫിനെ കാണാനില്ലാത്തതുകൊണ്ട് വൈഫ് എവിടെയാന്ന് ചോദിക്കണം. എയർപോർട്ട് സ്റ്റാഫിന്റെ അടുത്താണ്, ഗ്രൗണ്ട് സ്റ്റാഫിന്റെ അടുത്താണ് അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ട് തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും തന്നെ എന്ത് ചെയ്യുന്നില്ല, അത് പറ്റുന്നില്ല. കുറേ ആംഗ്യം കാണിച്ചു നോക്കി. ഫ്ലൈറ്റിലേക്കുള്ള വഴിയൊക്കെ ആണെങ്കിൽ ആ ഫ്ലൈറ്റിന്റെ പേരും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചിലപ്പോ ജസ്റ്റ് ഒന്ന് ഗസ്റ്റേഴ്സ് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് വൈഫ് എവിടെയെന്ന് ചോദിക്കാൻ ഒരു നിലക്കും പറ്റുന്നില്ല. അപ്പൊ വൈഫിനും ഇതേ സാഹചര്യം തന്നെ. വൈഫിനും ഇപ്പുറത്ത് വൈഫ് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഹസ്ബൻഡിന്റെ അടുത്ത് എത്തുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് രണ്ടാളും കൂടി ഒരുമിച്ചാണ് ശരിക്കും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ അവർ ആ സമയത്ത് എടുത്തൊരു സ്ട്രഗിളും കാരണം അവരെടുത്തൊരു ടെൻഷൻ, ആ ടെൻഷന്റെ പുറത്താണ് അവർ ലാംഗ്വേജ് പഠിക്കണം എന്നുള്ള തീരുമാനം എടുത്തത്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ലാംഗ്വേജ് പഠിക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്നത് കരിയറുമായിട്ട് കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ജോബുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ്. ഓക്കെ, ഇതിന് നമ്മൾ ചോദിക്കാൻ വൈ ഇംഗ്ലീഷ്? ഒരുപാട് ലാംഗ്വേജുകളുണ്ട്, ഒരുപാട് ഭാഷയുണ്ട്. നമ്മുടെ മാതൃഭാഷയായിട്ടുള്ള മലയാളമുണ്ട്. ഇതൊക്കെയുള്ള സമയത്ത് എന്തിനാ ഇംഗ്ലീഷിന് ഇത്ര ഇമ്പോർട്ടൻറ്റ്? ഇംഗ്ലീഷിന് മാത്രമല്ല റെലവൻസ്. ഒരുപാട് ലാംഗ്വേജ് ഇന്നത്തെ കാലത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരുപാട് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ കരിയറിൽ ഒരുപാട് സാധ്യതയുള്ള വ്യത്യസ്ത ലാംഗ്വേജുകളുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം നമ്മൾ മസ്റ്റ് ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാം നമ്പറായിട്ട് നമ്മൾ കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് അറിയുകയാണെന്നുണ്ടെങ്കിലും നിർബന്ധമായിട്ട് ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ മാതൃഭാഷ കഴിഞ്ഞ് രണ്ടാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. വൈ? എന്തുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ആണെന്ന് പറയുന്നത്? ഞാൻ എൻ്റെതായ ഒരു ആൻസർ പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന സെക്കൻഡ് ലാംഗ്വേജ്, സംസാരിക്കുന്ന എന്ന് മാത്രം പറയണ്ട, ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന സെക്കൻഡ് ലാംഗ്വേജ്, ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അല്ല, ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ലാംഗ്വേജും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന സെക്കൻഡ് ലാംഗ്വേജ് അത് ഇംഗ്ലീഷ് ആണ്. ഇപ്പോൾ ആരെങ്കിലും മന്ദാരി എന്ന് പറയുന്ന ലാംഗ്വേജ് കേട്ടിട്ടുണ്ടോ?
മന്ദാരിൻ എന്ന് പറയുന്ന ലാംഗ്വേജ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടവരുണ്ടെങ്കിൽ കേട്ടോ. ചൈനയായിട്ട് ബന്ധപ്പെട്ട മന്ദാരിൻ, എങ്ങനെ? ചൈനയായിട്ട് ബന്ധപ്പെട്ട. യെസ് 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 കറക്റ്റ് കറക്റ്റ്. അതായത് മന്ദാരിൻ എന്ന് പറയുന്ന ഒരു ചൈനീസ് ലാംഗ്വേജ് ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ശരിക്കും പറഞ്ഞാൽ മന്ദാരിനാണ്. പക്ഷെ മന്ദാരിൻ എന്നുള്ള വേർഡ് നമ്മളൊരു പക്ഷേ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അധികം ആൾക്കാരും കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. അതാണ് മന്ദാരിൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, സോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഈ മന്ദാരിൻ ലാംഗ്വേജ് എന്നുള്ളത്, വൺ സെക്കൻഡ്, സോറി, മന്ദാരിൻ ലാംഗ്വേജ് ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ വൈസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ലാംഗ്വേജും മന്ദാരിൻ ലാംഗ്വേജ് തന്നെയാണ്. പക്ഷേ നമ്മൾ അധികം കേട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഒരിക്കലും മന്ദാരിൻ ലാംഗ്വേജ് അല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന സെക്കൻഡ് ലാംഗ്വേജ് ആയതുകൊണ്ടാണ് ഇംഗ്ലീഷിന് ഇത്രയും റെലവൻസ് എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചത് എന്നുള്ളൊരു കാര്യം പറയാം. ഞാനൊരു ഗ്രാജുവേഷൻ സമയത്താണ് ഞാൻ ഇംഗ്ലീഷിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയതെന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് എൻ്റെ ഒരു ചൈൽഡ്ഹുഡിൽ തന്നെ, ഞാനൊരു 6th ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു 7th ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഞാനൊരു ഹോസ്റ്റൽ സിസ്റ്റത്തിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ടീച്ചർ ഞങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് തന്നെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ, നെക്സ്റ്റ് 2 days നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാൻ പാടുള്ളൂ, നെക്സ്റ്റ് 5 days നിങ്ങൾ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, നെക്സ്റ്റ് 1 week നിങ്ങൾ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഇൻസ്ട്രക്ഷൻസ് തരും. അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് തരിക മാത്രമല്ല, ഇനി അഥവാ നമ്മൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണിഷ്മെന്റുകളും കിട്ടുമായിരുന്നു. ഞങ്ങൾക്ക് പണിഷ്മെന്റുകൾ കിട്ടുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് റിസ്ക് എടുത്താണ് നമ്മൾ മനസ്സിലാക്കണം, 6th ക്ലാസ്സിൽ അല്ലെങ്കിൽ 7th ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ്, അപ്പോൾ അതും ഒരു ഏകദേശം ഒരു 10 years മുമ്പാക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്രമാത്രം കോൺഫിഡൻസോടുകൂടി അവർക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ എത്രമാത്രം പ്രാക്ടീസ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് സംസാരിക്കുന്ന ഒരുപാട് മിസ്റ്റേക്സ് വരും, ഒരുപാട് കോമഡീസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഒരു ദിവസം ഞങ്ങളിങ്ങനെ ക്ലാസ്സിലിരിക്കുകയാണ്, ഒരു വീക്കെൻഡ് ഡേ ആണ്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരു ഹോസ്റ്റൽ വിസിറ്റിലാണ്. അപ്പോൾ വീക്കെൻഡിലാണെങ്കിലും ഞങ്ങൾ ക്ലാസ്സിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് ക്ലാസ്സിലോട്ട് ഓടി വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അഷ്റഫ് സാർ ഡേറ്റ്. അഷ്റഫ് സാർ ഡേറ്റ് എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളെല്ലാവരും ഞെട്ടി. അഷ്റഫ് സാർ എങ്ങനെ മരിച്ച്? കാരണം തൊട്ടു മുമ്പുള്ള ഡേ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര സജീവമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ചിരിച്ച് കളിച്ച് ഒരു ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ ഒന്നും പറഞ്ഞു കേൾക്കുകയെ അദ്ദേഹത്തെ കണ്ടാൽ അങ്ങനെ തോന്നുക, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. നമ്മളാ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ഒരു വീക്കെൻഡിലായിരുന്നു, ക്ലാസ്സിൽ ഇങ്ങനെ കുറെ ആൾക്കാർ ഇരിക്കുകയാണ്, വെറുതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കുറെ ആൾക്കാർ പഠിക്കുന്നുണ്ട്, ഹോംവർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളായിട്ട്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ രസമായിട്ട് സംസാരിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അപ്പൊ എല്ലാവരും ഞെട്ടിപ്പോയി ഇതെന്ന് കേട്ട സമയത്ത്. അഷ്റഫ് സാർ ഡേഡ്. കാരണം അവൻ ന്യൂസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. ഭയങ്കര ഒരു യങ് ആയിട്ടുള്ള ഒരു മനുഷ്യനും കൂടിയാണ്. പക്ഷെ ഒരാൾ മാത്രം ഞെട്ടിണ്ടായിരുന്നില്ല. ഞെട്ടാത്ത ആളാരാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് പറഞ്ഞ ആളാണ്. പറഞ്ഞ ആള് മാത്രം ഞെട്ടിയിട്ടില്ല, ബാക്കിയുള്ളവരൊക്കെ ഞെട്ടി. അപ്പൊ പറഞ്ഞ ആള് മാത്രം എന്തോ കാര്യമായിട്ട് ആലോചിക്കുകയാണ്, പക്ഷെ ആൾക്ക് ഇത്ര ആലോചിച്ച് കിട്ടുന്നില്ല. അവസാനം അയാൾ പറഞ്ഞു, വാട്ട് ഈസ് ദ വേർഡ് ഓഫ് അമ്മാവൻ? അതായത് അദ്ദേഹത്തിന്റെ, ഈ അഷ്റഫ് സാറിന്റെ ഭാര്യ പിതാവാണ് ഇവിടെ മരിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ഭാര്യ പിതാവിന് എന്താണ് ഇംഗ്ലീഷിൽ പറയേണ്ടതെന്നുള്ളത് അദ്ദേഹത്തിന് അറിയൂല. അപ്പൊ അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അഷ്റഫ് സാർ എന്നുള്ള അദ്ദേഹത്തിന് അറിയാം, പിന്നെ മരിച്ചു എന്നുള്ളതും അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ഇത് രണ്ടും കൂടി പിന്നെ ഭാര്യാപിതാവ് എന്നുള്ളത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ആദ്യം അറിയുന്ന അങ്ങ് പറഞ്ഞിട്ടു, ബാക്കിയുള്ള പിന്നെ ആലോചിക്കാലോ എന്നുള്ള രീതിയിൽ അദ്ദേഹം അറിയുന്ന ആദ്യം പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ലാംഗ്വേജ് ലേണിങ്ങിന്റെ സമയത്ത് വരും. ഒരുപാട് മിസ്റ്റേക്സ് വരാം.
ഒരുപാട് ഇതേപോലത്തെ കോമഡീസും കാര്യങ്ങളും നിരവധി ഉണ്ട്. ഞങ്ങളൊക്കെ തുടക്കത്തിൽ നിരന്തരമായിട്ട് പറഞ്ഞിരുന്ന സാധനം യുവർ ആഫ്റ്റർ. അതായത് നമ്മൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, ഓരോ കാര്യങ്ങളും ബാക്കിയുള്ള ആളുകളുടെ ശേഷം നമ്മൾ ബുക്ക് ചെയ്ത് വെക്കേണ്ടി വരും. നിന്റെ ശേഷം എനിക്കിത് തരണം, നിന്റെ ശേഷം എനിക്കിത് തരണം. അപ്പോൾ നമ്മൾ അതിന് നിന്റെ ശേഷം എന്നുള്ളതിന് ആഫ്റ്റർ യു എന്നാ ശരിക്കും ഇംഗ്ലീഷ് പറയാം. ആഫ്റ്റർ യു എന്ന് യുവർ ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ബ്ലണ്ടറാന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഏർലി ഏജിലാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ യുവർ ആഫ്റ്റർ അപ്പോൾ നമ്മൾ ആ ക്യാമ്പസിൽ ഞങ്ങളെ ക്ലാസ്സിന് മാത്രമാണ് ഇങ്ങനെ നിയമം ഉണ്ടായിരുന്നത്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം. കാരണം ഞങ്ങൾ ടീച്ചർ മാത്രമാണ് ഇങ്ങനെ കമ്പൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയിൽ അദ്ദേഹം ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ സീനിയേഴ്സ് ഒക്കെ നമ്മളെ ബാച്ച് താരെ കാണുമ്പോൾ ഒരു യുവർ ആഫ്റ്റർ വരുന്നുണ്ട്, യുവർ ആഫ്റ്റർത്തെ ഓന് യുവർ ആഫ്റ്റർ ബാച്ചത്തെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുമായിരുന്നു. പക്ഷേ ടു ബി ഫ്രാങ്ക്, ടു ബി പ്രൗഡ്, ഐ വാണ്ട് ടു ബി പ്രൗഡ് ദാറ്റ് നോട്ട് ഓൺലി മീ, ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും മനോഹരമായിട്ട് നോട്ട് ഓൺലി ഇംഗ്ലീഷ്, മലയാളമല്ലാത്ത 3 ലാംഗ്വേജുകൾ വളരെ മനോഹരമായിട്ട്, ഹിന്ദിയും അറബിക്കും ഇംഗ്ലീഷും മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ ഞങ്ങളുടെ ബാച്ചിൽ ഓരോ ആളുകളും കോൺഫിഡൻ്റ് ആണെന്ന് പറയുമ്പോൾ, കോൺഫിഡൻ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ഐ ആം വെരി കോൺഫിഡൻ്റ് ഔട്ട് ഓഫ് ദാറ്റ്. അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്ന ആളുകൾക്ക് 2 സ്റ്റേജുകളാണുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് ഓഫ് ഫ്ലുവൻസി. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് ഓഫ് അക്യുറസി. സ്റ്റേജ് ഓഫ് ഫ്ലുവൻസി, സ്റ്റേജ് ഓഫ് അക്യുറസി. എല്ലാവരും ജസ്റ്റ് ഒന്ന് വോയിസ് ഓൺ ആക്കാവോ? വോയിസ് ഓൺ ആക്കാവോ? വോയിസ് ഒന്ന് ഓൺ ആക്കാവോ എല്ലാവരും കേട്ടോ? Okay, that's great. That's good. That's good. Okay. വീഡിയോ ഓൺ ആക്കാമെന്ന് വെച്ചാൽ വോയിസ് ഓൺ ആക്കിയാൽ മതി. വീഡിയോ ഓൺ ആക്കിയാൽ വളരെ സന്തോഷം. ഓക്കെ, ഞാൻ ചെയ്യേണ്ടതാണ്, നിങ്ങൾ എല്ലാവരും ഹാ എന്നുള്ള സൗണ്ട് പറയണം. ഹാ. ഞാൻ 1 എന്ന് പറഞ്ഞ സമയത്ത് ഒരു തവണ ഹാ എന്ന് പറയാം, 2 എന്ന് പറഞ്ഞ സമയത്ത് 2, 3, 4, 5 അങ്ങനെ ഞാൻ എത്രയും നമ്പർ പറയുന്നത് അത്രയും തവണ ഹാ എന്ന് പറയാം. ഓക്കെ, 1, 2, 3, 4, 5. Okay, thank you. That's great. That sounds good. നിങ്ങൾ എല്ലാവരും കട്ടൊക്കെ ആ ഒരു എനർജിയിൽ തന്നെ കൂടെ ഉണ്ട് എന്നുള്ള വീണ്ടും വീണ്ടും എനിക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാട്ടോ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, അത് നെറ്റ്വർക്ക് ബാക്ക് ആയതോടെ നിർത്താത്താണോ? ഓക്കെ, ദാറ്റ്സ് ഗുഡ്. താങ്ക് യു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 2 സ്റ്റേജസ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് ഓഫ് ഫ്ലുവൻസി. സ്റ്റേജ് ഓഫ് ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ലാംഗ്വേജിൽ എല്ലാവർക്കും വേണ്ട സാധനമാണ് ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ. സ്റ്റേജ് ഓഫ് ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ ഫ്ലുവൻസി ഉള്ള സ്റ്റേജ് എന്നല്ല, ഫ്ലുവൻസിക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയം. ഓക്കെ, ഈ സമയത്ത് ഫ്ലുവൻസി ഉണ്ട് എന്നല്ല, ഏതൊരു ബിഗിനർ ആണെങ്കിലും ഏത് സ്റ്റാർട്ടിംഗ് ലെവലിലുള്ള ആളാണ് സ്റ്റേജ് ഓഫ് ഫ്ലുവൻസിയിലായിരിക്കും. അതായത് നമുക്ക് ഫ്ലുവൻസി ആണ് വേണ്ടത്. ഫ്ലുവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനത് നമുക്ക് ഫ്ലുവൻസി കിട്ടാനുള്ള ടെക്നിക്സ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സെഷന്റെ ടോപ്പിക് എന്ന് പറയുന്നത്. ഫ്ലുവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഫ്ലുവൻസി. അത് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ നമുക്ക് മനസ്സിലെന്താണുള്ളത് അത് നമുക്ക് അതേപോലെ മറ്റുള്ളവർക്ക് പറയാൻ പറ്റുന്നു. അതാണ് ഫ്ലുവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് മറ്റുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് കൃത്യമായ രീതിയിൽ പറയാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റണം, പക്ഷെ അത് അത്ര ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ അതാണ് ഫ്ലുവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ മിസ്റ്റേക്സ് ഉണ്ടായിക്കോട്ടെ, അതിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കട്ടെ, അതിൽ ചിലപ്പോൾ ഡിസ്ക്ലാരിറ്റി ഉണ്ടാവട്ടെ, നോ പ്രോബ്ലം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുന്ന ആളുകളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡോണ്ട് കെയർ അബൌട്ട് മിസ്റ്റേക്സ് ഓൺ ഫാൾട്ട്സ്. മിസ്റ്റേക്സും ഫാൾട്ടുകളും മൈൻഡ് ചെയ്യരുത്. എത്ര മിസ്റ്റേക്സ് ആണെങ്കിലും എത്ര ഫോൾട്ട് ആണെങ്കിലും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. ഇപ്പൊ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, ജെൻസി എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇപ്പോൾ അബ്രോഡിലുള്ളത്. പുള്ളിക്കാരി ജോയിൻ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരുടെ മെയിൻ പ്രശ്നമായിരുന്നു, ഞാൻ എത്ര സംസാരിച്ചു കഴിഞ്ഞാലും, ഗ്രാമാറ്റിക്കൽ സാധനങ്ങളൊക്കെ ഞാൻ എത്ര പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് മിസ്റ്റേക്സ് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ സ്റ്റുഡൻസിനടുത്തും പറയാനുള്ള കാര്യമാണ്, ഇന്ന് നമ്മൾ ഒരു 10 മിനിറ്റ്സ് സംസാരിക്കുന്നു. ഈ 10 മിനിറ്റ്സിന്റെ ഇടയിൽ നിങ്ങൾക്ക് മാക്സിമം പോലെ 1000 മിസ്റ്റേക്സേ വരുത്താൻ പറ്റുള്ളൂ. 1001 മിസ്റ്റേക്സ് നിങ്ങൾക്ക് വരുത്താൻ പറ്റൂല.
ഞാൻ അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു മേക്ക് ദം കോൺഫിഡൻറ്റ്. കാരണം ഒരൊറ്റ ആകെ ഒരു 10 മിനിറ്റ്സിൽ 1000 മിസ്റ്റേക്സ് ഒന്നും വരുത്താൻ പറ്റൂല. നിങ്ങൾ ആ 10 മിനിറ്റ്സ് ഫുൾ മിസ്റ്റേക്സ് മാത്രം പറഞ്ഞു കഴിഞ്ഞാലും 1000 മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾക്ക് വരുത്താൻ പറ്റൂല. അപ്പൊ നിങ്ങൾക്ക് 1000 മിസ്റ്റേക്ക് വരവാണെങ്കിൽ ഒരു 10 മിനിറ്റ്സിൽ വരുത്താം എന്നാണ് ഞാൻ എന്റെ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയാറുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് എത്ര മിസ്റ്റേക്സും വേണമെങ്കിൽ വരുത്താം. ഇറ്റ്സ് അപ് ടു യു, നോ പ്രോബ്ലം. അതാണ് ഒന്നാമത്തെ സ്റ്റേജിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. പക്ഷേ നിങ്ങൾക്ക് ഒരു തുടക്കത്തിലൊക്കെ ചിലപ്പോൾ വാക്കുകൾക്ക് വേണ്ടി ചെറിയ തപ്പലുകൾ ഉണ്ടാവാം, ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും വേർഡ്സിന്റെ ഒരു വേർഡ് പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ സംസാരിക്കുന്ന ആൾക്ക് വേർഡ് അറിയുന്നതാണെങ്കിൽ അവരടുത്ത് ചോദിക്കാം പെട്ടെന്ന്. ഓ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് തക്കാളിക്ക് എന്താന്ന് ഇംഗ്ലീഷ് പറയാൻ കിട്ടുന്നില്ല. സോ ലൈക്ക് ദറ്റ് തക്കാളി ടൊമാറ്റോ. അപ്പൊ മറ്റുള്ള ആൾ ടൊമാറ്റോ എന്ന് പറഞ്ഞ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ അത് വെച്ചിട്ട് മലയാളികളുടെ കൂടെ സംസാരിക്കുന്ന സമയത്തുള്ള കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ അത് വെച്ച് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നെറ്റിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ പറയാം. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ ചില ആളുകളൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട്, സാറേ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നതിന് എന്താ ഇംഗ്ലീഷ് പറയാന്ന് വെച്ചു. ഇറ്റ്സ് ഓവർടേക്ക് ഇസ് ഇൻ ഇംഗ്ലീഷ്, വി നോ. ഓവർടേക്ക് എന്നുള്ള ഇംഗ്ലീഷാണ് നമുക്കറിയാം. ബട്ട് ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് അതുപോലും നമുക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് ആ ഒരു സമയത്ത് കിട്ടാതൊക്കെ വരും. ബട്ട് നമ്മളത് ഇതേപോലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഓഫ് അക്യൂറസി എന്നുള്ള. സ്റ്റേജ് ഓഫ് അക്യൂറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂറസി ഉള്ള സമയം. അക്യൂറസി എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് മിസ്റ്റേക്സ് നമുക്ക് സംസാരിക്കാൻ പറ്റുക എന്നുള്ളതാണ് അക്യൂറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ എഴുത്തിന്റെ കാര്യത്തിലാണെങ്കിൽ വിത്തൗട്ട് മിസ്റ്റേക്സ് നമുക്ക് എഴുതാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്ത് പറയുന്നത് സംസാരം ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിലോട്ട് പോകുന്നില്ല, എഴുത്തിന്റെ കാര്യം പോകുന്നില്ല. അപ്പോൾ ഇതിൽ ചെയ്യണമെന്ന് വെച്ചാൽ മിസ്റ്റേക്സ് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വരിക, മിസ്റ്റേക്സ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലുള്ളതൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഗ്രാമാറ്റിക്കൽ സാധനങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. ഗ്രാമർ നമുക്ക് അറിയാത്ത ഭാഗങ്ങളിൽ നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കണം. നമുക്ക് മിസ്റ്റേക്സ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിനോട്, നമ്മളെ കൂടെയുള്ളവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മിസ്റ്റേക്സ് വരുന്നത് അവരുടെ അടുത്ത് തിരുത്താൻ വേണ്ടി പറയണം. ഇതൊക്കെ ചെയ്യേണ്ടത് സ്റ്റേജ് ഓഫ് അക്യൂറസിയിലാണ്. ചില ആളുകൾ, നമ്മൾ മലയാളത്തിന്റെ ഒക്കെ പ്രശ്നം സ്റ്റേജ് ഓഫ് ഫ്ലുവൻസിയിലായിരിക്കും നമ്മൾ ചിലപ്പോൾ, പക്ഷെ നമ്മളെ കൂടെയുള്ള ആളുകൾ നമ്മളെ തിരുത്തും, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാനേ പാടില്ല. എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം ലോകത്തിലെ സ്പീക്കേഴ്സ് അല്ലാത്ത ആളുകൾ പോലും, അല്ലെങ്കിൽ മനോഹരമായിട്ട് സംസാരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് പോലും കഴിയുന്ന ഒരു കാര്യമാണ് മനോഹരമായിട്ട് തിരുത്താൻ പറ്റും. പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു സ്വഭാവം അതൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റേജ് ഓഫ് ഫ്ലുവൻസി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ തിരുത്തിയാൽ പോലും അത് മൈൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഒരു തിരുത്തിക്കോട്ടെ, നിന്റെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞ് തിരുത്തിക്കോട്ടെ, പക്ഷെ നിങ്ങൾ അത് മൈൻഡ് ചെയ്യരുത്. ഈ സ്റ്റേജ് ഓഫ് അക്യൂറസിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ തിരുത്തുന്ന സമയത്ത് നമ്മൾ അത് മൈൻഡ് ചെയ്ത് അതിൽ നിന്ന് ലേൺ ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. ഓക്കെ, ഇനി കുറച്ച് ടെക്നിക്സ് ഞാൻ പറയാം. ഒരു പ്രാക്ടിക്കൽ ടെക്നിക്സ് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കൽ മെത്തേഡ്സ്. അതിൽ ഒന്ന് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഒരു അക്കൗണ്ടബിലിറ്റി പെയറിംഗ് ആണ്. അക്കൗണ്ടബിലിറ്റി പെയറിംഗ്, നമ്മൾ വേറൊരാളുമായിട്ടൊരു കോൺട്രാക്ട് ഉണ്ടാക്കുക. നമ്മളൊരു കട്ട ഫ്രണ്ടുമായിട്ടോ ഒരു കട്ട ചങ്കുമായിട്ടോ ഒക്കെ നമ്മളൊരു കോൺട്രാക്ട് ഉണ്ടാക്കുക. ഇപ്പൊ കുറെ ആൾക്കാർ ജിമ്മിലൊക്കെ പോകുന്ന എപ്പോഴും രണ്ടുപേരായിരിക്കും ജിമ്മ് പോകാൻ വേണ്ടിയിട്ട് ഒരുമിച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ രണ്ടുപേരും എന്നും രാവിലെ എഴുന്നേൽക്കുന്നു, ഞാൻ അഥവാ 5 മിനിറ്റ് ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നീ എന്താണ് എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജിമ്മ് പോകാൻ വേണ്ടി ഒരു പെയറിനെ സെറ്റ് ചെയ്യുന്ന. അതേപോലെ രണ്ട് ഫ്രണ്ട്സ് സ്ഥിരമായിട്ട് സംസാരിക്കുന്ന, ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളൊരു ഫ്രണ്ടുമായിട്ട് പെയർ ചെയ്യാം. ഇനി മുതൽ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നു, നമ്മൾ ഇംഗ്ലീഷിലേ സംസാരിക്കുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ഫ്രണ്ട്സ് ആണ്, കൊല്ലത്തിലൊരു തവണ വിളിക്കുന്ന ഫ്രണ്ടിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അക്കൗണ്ടബിലിറ്റി പെയറിംഗ് ചെയ്യരുത്. അല്ലെങ്കിൽ നമ്മളിനി എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് ഫോൺ വിളിച്ച് സംസാരിക്കും, അത് ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കുള്ളൂ. നമ്മൾ എല്ലാ ദിവസവും മീറ്റ് ചെയ്യും, നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു കട്ട ഫ്രണ്ടുമായിട്ട് പെയർ ചെയ്യാൻ പറ്റും. ഒരു ഗ്യാങ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഗ്യാങ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും, അത് അടിപൊളിയാവും. ഇപ്പോൾ നമ്മൾ ജിമ്മിന്റെ കാര്യത്തിലാണെങ്കിൽ പല സ്ഥലങ്ങളിലും കേട്ടുള്ള കാര്യമാണ്, ഏതൊരു നാട്ടിൽ ഇതേപോലെ രാവിലെ എക്സസൈസ് ചെയ്യുന്ന, ജിമ്മിന്റെ അല്ല, രാവിലെ എക്സസൈസ് ചെയ്യുന്ന ഒരു ടീമുണ്ട്. അഥവാ ആരെങ്കിലും നേരത്തെ കൂട്ടി കാരണം പറയാതെ ഒരാൾ വരാതിരുന്നാൽ പിന്നെ ആ എക്സസൈസിന് വരുന്ന എല്ലാ ടീമും കൂടെ രാവിലെ ഒറ്റ പോക്കായിരിക്കും, അയാൾ വീട്ടിൽ പോയിട്ട് പിന്നെ അവർക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് എന്താ സാധനം വേണ്ടത് എന്നുള്ളത് ഇയാളുടെ ഡ്യൂട്ടിയാണ്. അതൊരു അക്കൗണ്ടബിലിറ്റി പാർട്ണർഷിപ്പിന്റെ ഒരു ഉദാഹരണമാണ്, അക്കൗണ്ടബിലിറ്റി പെയറിങ്ങിന്റെ ഒരു ഉദാഹരണം.
അപ്പൊ അതേപോലെ നമ്മളെ കൂടെ കട്ടയ്ക്ക് നമ്മളെ കൂടെ ഉണ്ടാവുന്ന ഒരു ഫ്രണ്ടിനെ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടാണ് ഏറ്റവും നല്ലത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ 2 ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഒരു ഗ്യാങ്ങിനെ ആക്കാം. കാരണം അത് ആ ഒരു ഗ്യാങ് പിന്നീട് മെല്ലെ മെല്ലെ നിർവീര്യമാവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ലാംഗ്വേജ് സ്പീക്കിംഗ് എന്നത് ബാധിക്കുന്നതാണ്. അപ്പോൾ അക്കൗണ്ടബിലിറ്റി പെയറിംഗ് എന്നുള്ളത് പ്രധാനമായിട്ടും ഒരു സംഭവമാണ്. പിന്നെ ഫ്രണ്ട്സ് ടോക്കിംഗ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അവർ നിങ്ങളുടെ അടുത്ത് മലയാളത്തിൽ സംസാരിക്കുകയാണെങ്കിലും അവരുടെ അടുത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ്. ഇപ്പൊ ഞാനൊക്കെ എൻ്റെ അടുത്ത് നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചെന്ന് ഒറ്റ വാക്ക് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചത്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ മലയാളം സംസാരിക്കാൻ അറിയാത്ത ഫ്രണ്ട്സ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളൊക്കെ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോകുന്ന സമയത്ത്, എൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് പോകുന്ന സമയത്ത്, അപ്പോൾ അവിടുത്തെ ഫോറിനേഴ്സിൻ്റെ അടുത്ത് ഞാൻ അവരെ കണക്ട് ചെയ്യിപ്പിക്കായിരുന്നു. അവരെ കൊണ്ട് ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആക്കിപ്പിക്കും, ചിലപ്പോൾ അവരുടെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റിപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടതായിട്ട് വരും. അതാണ് രണ്ടാമത്തെ ഒരു ടെക്നിക്ക് എന്നുള്ളത്. പിന്നെ ഓൺലൈനിൽ ഒരുപാട് കമ്മ്യൂണിറ്റികളുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ. നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്താൽ മതി. അതിൽ ഓൺലൈനായിട്ട് നമുക്ക് അവിടുന്ന് ചിലപ്പോൾ ഫ്രണ്ട്സിനെ കിട്ടും, അല്ലെങ്കിൽ അതിൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് പ്രസന്റേഷൻസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടോസ്റ്റ് മാസ്റ്റേഴ്സ് അതിനൊരു ഉദാഹരണമാണ്. ഇതേപോലത്തെ ഒരുപാട് കമ്മ്യൂണിറ്റികൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ പറ്റും. പിന്നെ ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മിറർ ടോക്ക്. കണ്ണാടിയുടെ മുന്നിൽ വന്നിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ഉള്ള ആള്, നമ്മളായിരിക്കും ഏറ്റവും വലിയ ബറാക്ക് ഒബാമ, നമ്മളായിരിക്കും ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കുന്ന ഒരു ഇംഗ്ലീഷ് സ്പീക്കറൊക്കെ നമുക്ക് തന്നെ ആവാൻ പറ്റും. അപ്പോൾ മിറർ ടോക്ക് എന്നുള്ളത് ഒരിക്കലും നമുക്ക് എന്താ പറയുക, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത, ഒരിക്കലും നെഗ്ലക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് വേ എന്നൊക്കെ പറയും. നമ്മൾ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മിറർ ടോക്ക്. കണ്ണാടിയെ മുന്നിൽ നിന്ന് നമ്മളൊരു ടോപ്പിക് എടുത്ത് സംസാരിക്കുന്നു, നമ്മളെ കുറിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ വേറെ ആളെ നമ്മളെ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ രസകരമായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കാം. ഫാനും കൂടി ഇട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് അധികം സൗണ്ടും കൂടെ പോകില്ല. ഫാൻ ഇട്ടിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തോട്ട് അധികം സൗണ്ട് പോകില്ല. ഇപ്പൊ നിങ്ങളൊക്കെ അധികം ആൾക്കാർ ഇരിക്കുന്ന അങ്ങനെ ആയിരിക്കും റൂമിൽ കുറിച്ച്. അപ്പൊ അങ്ങനെ മിറർ ടോക്ക് എന്നുള്ളത് വൺ ഓഫ് ദി ബെസ്റ്റ് വേ ആണ്. ലാംഗ്വേജ് എക്സ്ചേഞ്ച് എന്ന് പറയും. ചില ആളുകൾക്ക് ഇപ്പൊ മലയാളം പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നമുക്ക് അപൂർവമായിട്ട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ. മലയാളം പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ ഒരു ലാംഗ്വേജ് എക്സ്ചേഞ്ച്, അവർ നമ്മുടെ അടുത്ത് എന്ത് ചെയ്യുന്നു, മലയാളത്തിൽ സംസാരിക്കുന്നു, നമ്മൾ തിരിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. അങ്ങനെ ഒരു അവസരങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വൺ ഓഫ് ദി വേ ആണ്. പിന്നെ മറ്റൊന്ന് വെച്ചാൽ ഉറക്കെ വായിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം. ഉറക്കെ വായിക്കുക എന്ന് പറഞ്ഞപ്പോൾ മലയാളം ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ മലയാളം എന്തെങ്കിലും ഒരു കട്ടിങ്സ് ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഉറക്കെ വായിക്കാം. അപ്പൊ അത് വായിക്കുന്ന സമയത്ത് ഇത് ഞാനോ എന്ന് നമുക്ക് തോന്നണം. ആ രീതിയിൽ ഏറ്റവും മനോഹരമായിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഒരു ഇംഗ്ലീഷുകാരൻ എങ്ങനെയാണ് പറയുക ആ രീതിയിൽ പറയാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. ഫോർ എക്സാമ്പിൾ, ഞാൻ നമ്മുടെ ഹെഡിങ് മാത്രം ഞാൻ വായിച്ചാ ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ്, പ്രൂവൻ ടെക്നിക്സ് ഫോർ ഫ്ലുവൻസി. അപ്പൊ ഇത് എഴുതി വെച്ച കാര്യമാണെങ്കിൽ പോലും ഇത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് ടച്ച് ആ സംസാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ആരിത് ഞാനോ എന്നുള്ളൊരു ഫീലിംഗ് ചിലപ്പോൾ നമുക്ക് വരും. അപ്പോൾ നിരന്തരമായിട്ട് നമ്മളിങ്ങനെ ഒരു മിനിറ്റ് 2 മിനിറ്റോ ഡെയിലി ബേസ് ചെയ്തിട്ടൊക്കെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. എനിക്കൊരു ഇംഗ്ലീഷ് കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ലാംഗ്വേജ് ഒരു സ്റ്റൈലിഷ് ആവാനും തന്നെ ഇതൊരു കാരണമാവും. ഇതൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളാട്ടോ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ടെക്നിക്ക് തന്നെയാണ്. പിന്നെ നമ്മളെപ്പോഴും ഡെയിലി ഇംഗ്ലീഷ് ടോക്ക് എന്ന് പറയും. നമ്മൾ നിരന്തരമായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അതായത് നമ്മൾ ഒറ്റയ്ക്ക് ബസ്സിൽ പോയി യാത്ര ചെയ്യുകയാണെങ്കിൽ, ഐ ആം ട്രാവലിംഗ് ഓൺ ദി ബസ്, ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്യാണ്. ഹിയർ ഈസ് എ വൺ ഗേ സിറ്റിംഗ് നിയർ ടു മീ, എൻ്റെ അടുത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്, ഹീ സ്ലീപ്പിംഗ്, ഹീ ഈസ് ടോക്കിംഗ് നത്തിങ്. അങ്ങനെ കടന്നിറങ്ങാൻ ഒന്നും സംസാരിക്കുന്നില്ല. വാട്ട് ഈസ് ലുക്ക്, എന്താ ഒരു ലുക്ക് നോക്കും, he has just opened his mouth and his phone is on his pocket and ഫോൺ പോക്കറ്റിലാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ജസ്റ്റ് ഇങ്ങനെ പറയാം. ലുക്ക് there, what a beautiful river. നല്ല രസമുള്ള റിവർ ആണല്ലോ. And there are some boats also there. അവിടെ കുറച്ച് ബോട്ടുകൾ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ കാണുന്ന ഓരോ കാഴ്ചകളും നമ്മൾ തന്നെ രസകരമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുക, നമ്മളെ മൈൻഡിൽ സംസാരിക്കാൻ ശ്രമിക്കുക.
അപ്പൊ നമുക്ക് സിറ്റുവേഷൻസ് ഒരുപാട് വേർഡ്സുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരുപാട് വേർഡ്സുകൾ പഠിക്കും. നമ്മൾ പലപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് വെക്കാബുലറി ഇല്ല എന്ന് പറയും. എൻ്റെ അടുത്ത് ആവശ്യമായിട്ടുള്ള വെക്കാബുലറി ഇല്ല എന്ന് പറയും. ഈ വെക്കാബുലറി പഠിക്കാൻ പറ്റുന്ന നമ്മൾ ആക്റ്റീവ് വൊക്കാബുലറി പഠിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് നമ്മൾ സംസാരിക്കുക തന്നെയാണ്. സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് അത് നമുക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ മൈൻഡിൽ വരും. അപ്പൊ ഇനിയും ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഈ ടെക്നിക്സിന്റെ അപ്പുറത്തേക്ക് ഞാൻ ഒറ്റ വാക്കിൽ, കാരണം നമ്മുടെ ടൈം ആയിട്ടുണ്ട്, അതുകൊണ്ട് ഒറ്റ വാക്കിൽ ഞാൻ ഇതിനെ പറയാം. നിങ്ങൾക്ക് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിനെ കൂടുതൽ മനോഹരമായിട്ട് സംസാരിക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, മേക്ക് ഇംഗ്ലീഷ് എ ഹാബിറ്റ്. ഇംഗ്ലീഷിനെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റാം. അതായത് ഞാൻ ഒരു ദിവസം അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇംഗ്ലീഷ് സംസാരിക്കും എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഡെയിലി 5 മിനിറ്റുള്ള ഒരു ഇംഗ്ലീഷ് വീഡിയോസ് വാച്ച് ചെയ്യുക എന്നുള്ള ഇംഗ്ലീഷ് സ്പീക്കിങ്ങിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഇംഗ്ലീഷ് വീഡിയോസ് വാച്ച് ചെയ്യുക എന്നുള്ളത്. ഡെയിലി ഒരു 5 മിനിറ്റ് വീഡിയോ ഞാൻ എന്തായാലും വാച്ച് ചെയ്യും. അത് വ്ളോഗ് ആവട്ടെ, ന്യൂസ് ആവട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തോ ആവട്ടെ, അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ ഞാൻ ഡെയിലി 5 മിനിറ്റ് ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും 3 മിനിറ്റ് ഇംഗ്ലീഷ് സംസാരിക്കും, ഞാൻ എല്ലാ ദിവസവും മിറർ ടോക്ക് ചെയ്യും, ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഈ ഫ്രണ്ടിനെ വിളിക്കും, എന്താണെങ്കിലും ഞാൻ എൻ്റെ അടുത്ത സ്റ്റുഡൻസിന് എന്ത് പറയുന്നത്, എല്ലാ ദിവസവും മിനിമം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 10 മിനിറ്റ് നിങ്ങൾ ഇംഗ്ലീഷുമായിട്ട് എൻഗേജ് ആവുകയാണെങ്കിൽ നിങ്ങൾ 1 ഇയറിനുള്ളിൽ മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. സോ ഐ വാണ്ട് ടു ടെൽ യു, ഐ വാണ്ട് ടു റിപ്പീറ്റ് ഓൺലി വൺ തിങ്: മേക്ക് ഇംഗ്ലീഷ് എ ഹാബിറ്റ്. Make English a habit. Let's make English a habit, and let's produce a wonderful, beautiful, and confident English speaking ability. That's all what I want to talk now. Anyway, thank you everyone for being with me throughout this session. ആൻഡ് ഈ 17 ആളുകൾ ത്രൂഔട്ട് ദി സെഷൻ കൂടെ ഉണ്ടായിരുന്നു, കട്ടക്ക് കൂടെ ഉണ്ടായിരുന്നു. ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. എനിക്ക് ഈ മനോഹരമായിട്ടുള്ള അവസരം തന്നതിന് അജിഷ ജ്യോതി മാമിനും അതുപോലെ ഈ ഒരു കമ്മ്യൂണിറ്റിക്കും ഞാൻ ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോ സർ പറഞ്ഞപ്പോൾ ഇംഗ്ലീഷ് ഇന്നത്തെ കാലത്ത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ എല്ലാവരും ഒരുപാട് ഏൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. മാക്സിമം എല്ലാവർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. ഇനി ഈ സെക്ഷന്റെ ഒരു ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി 2 പേരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. Hi, Magic Morning. Hi. നല്ല രസമുള്ള സെക്ഷൻ ആയിരുന്നു. കാരണം ഇംഗ്ലീഷ് സംസാരിക്കുക പറയണത് ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം തന്നെയാണ്. എന്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടാ. കാരണം നമുക്ക് എന്താ പറയാ, 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഉണ്ടാകുന്നുള്ളൂ. പിന്നെ ഇപ്പോ ഒരു 48ാമത്തെ ഏജിലാണ് +1 +2 ഒക്കെ എഴുതിയിരുത്തത്. അപ്പൊ അതിലുണ്ടായിരുന്നു ഇങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഒരു ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ക്ലാസ് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് ഡിഗ്രി പഠിക്കണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് എങ്ങനെ നമുക്കിപ്പോ ഇത് കിട്ടിയതുപോലെ ഡിഗ്രി കിട്ടാൻ ചാൻസ് കുറവാന്ന് പറഞ്ഞപ്പോ ആ ആഗ്രഹം അവിടെ ഉപേക്ഷിച്ചു. ഇപ്പൊ വീണ്ടും ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഡിഗ്രി ചിലപ്പോ കൊടുക്കും എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് സംസാരിക്കാനും പഠിക്കാനും പറ്റണം എന്നുള്ളതാണ്. പിന്നെ ബിമേജിക്കിലേക്ക് വന്നതിന് ശേഷം ഇതിൽ ഒരുപാട് വിദ്യാസമ്പന്നരായ ആൾക്കാരുണ്ട്. അവരുടെ ഫീഡ്ബാക്ക് പറയണതും അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നതും ഒക്കെ കേട്ട് നമ്മളെ സേഫ് സാർ ആയാലും ബഷീർ സാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതില് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കുമ്പോ നമുക്ക് അതുപോലെയൊക്കെ സംസാരിക്കാൻ തോന്നാറുണ്ട്. പക്ഷെ ചെറിയ ചെറിയ വാക്കുകളൊക്കെ അവരടുത്ത് ഇങ്ങനെ കിട്ടുമ്പോ ഞാനതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പൊ ഞാനും ഏകദേശം മുറിയനായിട്ട് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. സാറ് പറഞ്ഞാല് ഫ്ലുവന്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെ വരുന്ന ഒരു മിസ്റ്റേക്ക് തന്നെ ഇതില് ഗ്രാമറിന്റെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് എനിക്ക് ടെൻഷൻ വരിക. നമ്മൾ സംസാരിക്കുന്ന ഇപ്പൊ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയ ആളുകൾ നമ്മളെ കളിയാക്കുവോ, ഇനി അതിന്റെ അർത്ഥം മാറിപ്പോവില്ലേ എന്നുള്ള ആ ഒരു ഇത് വരുമ്പോ നമ്മൾ അതവിടെ നിർത്തും. ഇപ്പൊ വീട്ടില് മക്കള്, എന്റെ 2ാമത്തെ മരുമകൾ, അവള് സൈക്കോളജി ആണ്, അവള് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും. എന്റെ 2ാമത്തെ മകൻ, അവരെ ഞാനൊരു 7ാം ക്ലാസ് വരെ ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഫ്രീ ആയിട്ട് ഒരു സെക്ഷൻ കിട്ടുമ്പോൾ പഠിപ്പിച്ചതാണ്. അപ്പൊ അത് കാരണം അവനും ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാം. അപ്പൊ അവളും അങ്ങനെ തന്നെയാണ്.
അപ്പൊ അവര് രണ്ടാളാണ് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തിരുത്തി തരാറ്. പക്ഷെ കുറച്ചു നേരം അവരായിട്ട് ഇന്ന് സ്പെൻഡ് ചെയ്ത് നമ്മള് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ നമുക്ക് ടൈമില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. എന്തായാലും സാറിന്റെ ക്ലാസ്സും സാറ് സംസാരിക്കുന്നത് കേട്ടപ്പോൾ നല്ല രസം തോന്നി. നമുക്ക് ഇതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ പഠിക്കും എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അപ്പൊ എന്തായാലും ഓക്കെ സാറേ, നല്ല ഒരു ക്ലാസ് ആയിരുന്നു. അതുപോലെ ഈ എന്റെ പേരക്കുട്ടി യൂട്യൂബ് ഇങ്ങനെ നോക്കണതിനിടയിൽ ഒരു 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 ഏതോ ഒരു ഓൺലൈനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് എന്താണ് നവ്യ അങ്ങനെ എന്തോ ഒരു ഇംഗ്ലീഷ് കോച്ചിങ്ങിന്റെ എന്തോ ഒരു സംഭവമാണ്. അവരെന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് ഇപ്പോ, മാം ഇതിൽ ജോയിൻ ചെയ്യണോ ചോദിച്ചിട്ട്. അപ്പോ അഡ്മിഷൻ ഫീസ് 3000 ആണ്. പിന്നെ ഇതില് നമ്മളതിനെ ഇങ്ങനെ ഒരാള് സപ്പോർട്ട് ചെയ്യാനും നമ്മളെപ്പോഴും ഇങ്ങനെ കൂടെ ഒരാളുണ്ടാവും എന്നങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ അതിലേക്കൊന്നും പോയിട്ടില്ല. ചെറുതായിട്ടൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. ഇനി കൂടുതൽ അതിനെപ്പറ്റി അറിയണില്ല. എനിക്ക് നല്ലൊരു ഒരു കോച്ചിന്റെ അടുത്ത് കൂടിയിട്ട് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. ഈ മനസ്സിന്റെ ഒരു ആഗ്രഹമാണ്. നടക്കും, സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി. ഓക്കെ, താങ്ക് യു സാർ. വെൽക്കം വെൽക്കം. ഓക്കെ സിന്ധു മാം, താങ്ക് യു സോ മച്ച്. ദെൻ ഒരാളും കൂടെ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ദിവ്യ മാം ആണോ? ഹലോ, ഓക്കെ മാം, പറഞ്ഞോളൂ. മാജിക് മോർണിംഗ് സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ല എന്താ പറയാ, ഒഴുക്കോട് കൂടി പോയി, സമയം പോയത് അറിഞ്ഞില്ല എന്ന് വേണം പറയാൻ. ശരിയാണ്, ഫ്ലുവൻസി അക്യുറസി ഒക്കെയാണ്. എന്റെ ഒരു അഭിപ്രായത്തില് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെപ്പോഴും മലയാളം സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് മലയാളത്തിലാണ്. കാരണം ഓട്ടോമാറ്റിക്കലി അതൊരു മദർ ടങ് ആണ് എന്നതുകൊണ്ട് തന്നെ. പക്ഷെ നമ്മള് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മളുടെ ചിന്തകള് മലയാളത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മിസ്റ്റേക്സ് വരുന്നതും നമുക്ക് ഫ്ലുവൻസി ഇല്ലാതെ വരുന്നത്. അതേസമയം ഇഫ് യു തിങ്ക് ഇൻ ഇംഗ്ലീഷ്, നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മളുടെ മനസ്സിലേക്ക് ഫ്ലുവൻ്റ് ആയിട്ട് വരും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കറിയില്ല, അത് ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മള് സർക്കംസ്റ്റാൻസസ് നമ്മൾ സൃഷ്ടിച്ചെടുക്കുക. യു ക്രിയേറ്റ് യുവർ സർക്കംസ്റ്റാൻസസ്. അപ്പോൾ നമ്മൾക്ക് കുറെ കാര്യങ്ങള് എന്താ പറയാ, ചെറുതായിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങാം. ഓട്ടോമാറ്റിക്കലി ആദ്യം തന്നെ മറ്റുള്ളവര് നമ്മളടുത്ത് കളിയാക്കാനൊക്കെ തുടങ്ങും. പക്ഷെ പിന്നെ അതൊരു ഹാബിറ്റിന്റെ ഭാഗമാവുമ്പോൾ അവരും അത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അവരും നമ്മളോട് കൂടിയുള്ള ഒരു ഭാഗമായിട്ട് മാറും. ബിക്കോസ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, ഇത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, സംസാരിക്കാൻ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് അറിയില്ലെങ്കിൽ കൂടിയും അവര് കളിയാക്കുമ്പോൾ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ തുടങ്ങുക. ഇപ്പോ ലേറ്റസ്റ്റ് നമ്മളുടെ ഈ ജനറേഷൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഗ്രാമറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഗ്രാമറിന് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഗ്രാമർ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഗ്രാമറിലേക്ക് നോക്കുകയല്ല ചെയ്യേണ്ടത്. ഗ്രാമർ നമ്മൾ ആദ്യം ഓട്ടോമാറ്റിക്കലി നമ്മൾക്കൊരു ബേസിക്കൽ നോളജ് എന്തിലായാലും ഉണ്ടായിരിക്കണം. ഇഫ് ബേസിക്കൽ നോളജ് ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോ അങ്ങനെയാണ്. താങ്ക് യു സർ, നല്ലൊരു ക്ലാസ്സിൽ. വെൽക്കം വെൽക്കം. ദിവ്യ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? ഹലോ. ഓക്കെ മാം. ഹലോ, മാജിക് മോർണിംഗ് സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് സാർ ഇപ്പം ഒന്ന് പറഞ്ഞു തന്നത്. നമ്മുടെ മക്കളൊക്കെ അപ്ഡേറ്റഡ് ആയി, നമ്മളായിട്ടില്ല. അപ്പം എന്തായാലും നല്ലൊരു സെഷൻ. സാർ ഇനിയും ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഇതിനുള്ള ടിപ്സ് കൂടി പറഞ്ഞു തരണമെന്ന് ഒരു റിക്വസ്റ്റ് ആണ്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, മണി സർ. മാജിക് മോർണിംഗ് സർ, AR സർ. മാജിക് മോർണിംഗ്. മാജിക് നല്ലൊരു മോർണിംഗ്. സെഷൻ ആയിരുന്നു. നമ്മളെ ഫ്ലുവൻസിയും അക്യുറസിയും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ടെക്നിക്സും അതുപോലെ തന്നെ നല്ല ഒരു എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും എന്നുള്ളതിന്
ഒരുപാട് പോയിന്റ്സ് ആണ് പറഞ്ഞു തന്നത്. അതിൽ ഏറ്റവും നല്ലത് മിറർ ടോക്കും സെൽഫ് ടോക്കും ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നതും അതുപോലെ ഈ നമ്മൾ ഓൺലൈനിൽ സംസാരിക്കാനുള്ള അവസരങ്ങൾ വരുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനും മിസ്റ്റേക്കിന് നമ്മൾ അധികം വില കൊടുക്കണ്ട എന്നുള്ളതും കൂടി പറഞ്ഞപ്പോൾ നമുക്ക് എന്തും നമ്മളെ മനസ്സിലുള്ളത് മറ്റുള്ളവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു രീതിയിലേക്ക് എത്തുന്നു. അപ്പൊ കൂടുതൽ നല്ല രീതിയിൽ സംസാരിക്കാനും ഇംഗ്ലീഷിൽ കൂടുതൽ ജ്ഞാനം നേടുമ്പോൾ നമുക്ക് കൂടുതൽ നല്ല നല്ല അറിവുകൾ കിട്ടാനുള്ള മേഖലകളിലേക്ക് നമ്മൾ എത്തിപ്പെടും. നമ്മളെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നുള്ള അതിനെല്ലാം ഉതകുന്ന രീതിയിലുള്ള സാറിന്റെ ക്ലാസ് മനോഹരമായിട്ടുള്ള ഒരു ഒഴുക്കോട് കൂടി തന്നെ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഹാബിറ്റാക്കി മാറ്റാന്നുള്ളതാണ്. കൂടുതൽ സംസാരിച്ച് ഇംഗ്ലീഷ് സ്പീക്കിംഗ് അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ ആ കാര്യങ്ങൾ കൂടുതൽ നല്ല ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറ്റുമ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു 10 മിനിറ്റെങ്കിലും അതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കുമ്പോൾ നമുക്ക് ഒരു കൊല്ലല്ല ഒരു 6 മാസത്തിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യുന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു ഫോർ യൂസ്ഫുൾ ക്ലാസ്. വെൽക്കം വെൽക്കം സർ. മണി സർ. മോളെ ഒരു മിനിറ്റ് സാറേ, ഞാൻ പറഞ്ഞ ആ ഓൺലൈൻ എന്താ പറയാ നവ്യ VP ഇംഗ്ലീഷ് മിത്ര, അത് സാറ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതെന്താ ഞാൻ അതിന്റെ ഒരു ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതെ ഒരു കോഴ്സ് ഞാനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാറിന്റെ നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുവോ? ഒന്ന് മാമിന്റെ അടുത്ത് കണക്ട് ചെയ്താൽ മാം. ഓക്കെ ശരി. ഞാൻ അതിനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയാത്തോണ്ടാണ്. അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് ഇംഗ്ലീഷ് മിത്രയെ കുറിച്ച് പറയാം. ഇതേപോലത്തെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ. ഓക്കെ AR സർ, താങ്ക് യു സോ മച്ച്. ഇംഗ്ലീഷ് പ്രഭാഷണം കേൾക്കാം. സിന്ധുവിന്റെ ഇംഗ്ലീഷ് പ്രഭാഷണം കേൾക്കാം നമുക്ക് ഇനി അടുത്ത്. നന്നായിരുന്നു ക്ലാസ്. നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് നല്ല ചില പൊടിക്കൈകളൊക്കെ കിട്ടി. താങ്ക് യു. പിന്നെ ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് മദർ ഓഫ് അങ്ങനെ ഒരു വാക്ക്. നമ്മളിപ്പോ ഇവിടുന്ന് പോണ കുട്ടികളൊക്കെ അറബി പഠിച്ചിട്ടല്ലല്ലോ പോണത്. അവിടെ ചെന്നിട്ട് പിന്നെ ഒരു 6 മാസം കൊണ്ട് അവൻ നമ്മളോട് കൊളോക്കിയൽ അറബിയിൽ നല്ലോണം സംസാരിക്കും. അതേമാതിരി തന്നെയാണ് ഇപ്പൊ കോവളത്തെ ഒരു കുട്ടിനെ നമ്മൾ ഇപ്പൊ അടുത്ത് കണ്ടപ്പോ അവൻ അറിയാത്ത ഭാഷയല്ല, സ്പാനിഷ്, ഇംഗ്ലീഷ്, ജർമ്മനി എല്ലാം അവനിങ്ങനെ അവന്റെ ബിസിനസ്സിന് ഡീൽ ചെയ്യുമ്പോ അങ്ങനെ പഠിക്കും. നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്ര അതിനനുസരിച്ചിട്ട് നിൽക്കും. ഐ വാസ് ടോട്ട് ഇൻ ഇംഗ്ലീഷ് മീഡിയം, പക്ഷെ എനിക്ക് ഇംഗ്ലീഷിനെക്കാട്ടും ജാസ്തി ഹിന്ദിയാണ് ഞാൻ സംസാരിക്കുക. കാരണം എന്റെ ബിസിനസ്സിൽ ഹിന്ദി ആയിരുന്നു ആവശ്യം വന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചിട്ടായിരിക്കും. നല്ലൊരു കുറെ പൊടിക്കൈകളൊക്കെ കിട്ടി സാറിന്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു സെഷൻ കേട്ടോ. അപ്പോൾ ഇതുപോലൊരു നെക്സ്റ്റ് സെഷൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതിലെല്ലാം നമ്മുടെ ബി മാജിക് മെമ്പേഴ്സിനും അതോടൊപ്പം സാറിനും ഒരുപാട് താങ്ക്സ്. അപ്പോൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ടു ഓൾ ആൻഡ് ഹാവ് എ നൈസ് ഡേ. എല്ലാവരും ഒന്ന് ലീവ് ചെയ്തോളൂ. Thank you sir. Thank you so much. ആ നമ്പർ ഒന്ന് വാട്സപ്പ് ചെയ്ത് തരണം മോളെ. ഓക്കെ ചെയ്യാം.